കർശന വ്യവസ്ഥകളോടെ പൾസർ സുനിയെ ജാമ്യത്തിൽ വിട്ട് വിചാരണ കോടതി. എറണാകുളം ജില്ല വിട്ട് പുറത്തു പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ജാമ്യം. വിവരങ്ങളുമായി ശ്രീകാന്താണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കർശന ഉപാധികളോടെ ജാമ്യം, എപ്പോൾ പൾസർ സുനി പുറത്തിറങ്ങും? കൃഷ്ണ, അങ്ങനെ കർശന ഉപാധികളൊന്നുമില്ല ഈ കേസിൽ. അതൊക്കെ തന്നെ അങ്ങനെ ഒരു ഉപാധി ഈ ജാമ്യ വ്യവസ്ഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതുമില്ല. എറണാകുളം ജില്ല വിട്ട് പുറത്തു പോകരുത് എന്നൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അത് മറ്റ് പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആ വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുത് എന്നുള്ളത് ഒരു സ്വാഭാവിക ജാമ്യ വ്യവസ്ഥയാണ്. മറ്റൊന്ന്, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും ഒരു കേസുകളിലും ചെയ്തുകൂടാത്തതാണ്. അത് കോടതി സാധാരണ പറയുന്നതാണ്. മറ്റൊന്ന്, ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഈ സിമ്മിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിക്കണം, തിങ്കളാഴ്ച അറിയിക്കണം. ഇതാണ് മറ്റൊരു വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. അത് മാത്രമാണ് ഇതിൽ ഒരു പുതുമയായി തോന്നുന്നത്. മറ്റെല്ലാം തന്നെ സാധാരണ ഗതിയിൽ ഇത്തരം കേസുകളിലൊക്കെ വെക്കാറുള്ള, മുൻപ് കേട്ടിട്ടുള്ള, കണ്ടിട്ടുള്ള വ്യവസ്ഥകൾ മാത്രമാണ്. മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നൊരു വ്യവസ്ഥ കൂടി ഈ കോടതി ഇപ്പോൾ വെച്ചിട്ടുണ്ട്. സുനിയോട് സ്വാഭാവികമായിട്ടും അത് കോടതിക്ക് വെക്കാവുന്നതാണ്. കാരണം ഇൻ ക്യാമറ ട്രയലായിരുന്നു ഈ കേസിൽ എല്ലാം തന്നെ നടന്നത്. ഒപ്പം തന്നെ ഇതിന്റെ വിധി വരാൻ പോകുന്നു. നവംബറിലോ മറ്റോ വിധി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇയാൾ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നുള്ളത് ഉറപ്പായും അക്കാര്യത്തിൽ കോടതിക്ക് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാം. മറ്റൊന്ന്, പൾസർ സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതൊരു പോലീസിനൊരു കൈയയച്ച് സുനിയെ നിരീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടി ഒരുക്കി കൊടുക്കും. ഒരുപക്ഷെ സുനി ഈ ആഴ്ചയിലൊരിക്കൽ, ദിവസത്തിലൊരിക്കൽ ഈ സ്റ്റേഷനിലെത്തി അവിടെ ഒപ്പിടണം എന്നൊരു വ്യവസ്ഥ കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചിരുന്നു. എല്ലാ ദിവസവും എത്തണം, സ്റ്റേഷനിലെത്തണം, അവിടെ എത്തി ഒപ്പിടണം എന്നൊരു വ്യവസ്ഥ കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചിരുന്നു. അതിന് കോടതി വഴങ്ങിയിട്ടില്ല. നേരെ മറിച്ച് സുനിക്ക് സുരക്ഷാ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.